ശക്തമായ വ്യാപാര യുദ്ധത്തിലാണ് അമേരിക്കയും ചൈനയും. ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നതും തീർച്ചയാണ്. മിക്ക ആഗോള ഭീമൻ കമ്പനികൾക്കും തിരിച്ചടി ഉണ്ടായിട്ടുമുണ്ട്. അതിലൊരു സ്പെഷ്യൽ കേസാണ് ആപ്പിളിൻ്റേത്. അമേരിക്കയും ചൈനയും ഏറ്റുമുട്ടിയതോടെ ആശയക്കുഴപ്പത്തിന്റെ അങ്ങേ തലക്കിലാണ് ആപ്പിൾ. ഡിസൈൻ ഇൻ കാലിഫോർണിയ, അസംബിൾഡ് ഇൻ ചൈന എന്ന ആപ്പിൾ ഉൽപ്പന്നങ്ങളിലെ ലേബൽ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് തന്നെയാണ് ആപ്പിളിനെ കുഴയ്ക്കുന്നതും. സ്ലീക്ക് ചതുരാകൃതിയിലുള്ള ഐഫോണുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അമേരിക്കയിലാണെങ്കിലും അതിന്റെ അസംബ്ലിംഗ് നടക്കുന്നത് ചൈനയിലാണ്. ട്രംപ് 245% ഇറക്കുമതി തീരുവ ചുമത്തിയിരിക്കുന്ന ചൈനയിലാണ് ഐഫോണിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നർത്ഥം. ആപ്പിളിന്റെ നിർമ്മാണ യൂണിറ്റുകളെ അമേരിക്കയിലേക്ക് എത്തിക്കാനാണ് ട്രംപിന്റെ ശ്രമം. ആപ്പിളിനെ മാത്രമല്ല, മിക്ക കമ്പനികളെയും. പക്ഷേ ആപ്പിളിന്റെ കാര്യത്തിൽ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്കൊരു മാറ്റം അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ചൈന എന്നത് ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പ്രധാനമാണ്. ആദ്യകാലങ്ങളിൽ മൈക്രോസോഫ്റ്റും IBM ഉയർത്തിയ വെല്ലുവിളികൾ കാരണം പാപ്പരാകുന്നതിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ഒരു ഘടകം ചൈനയിലേക്കുള്ള ചുവടുമാറ്റമായിരുന്നു. 2001 മുതലാണ് ആപ്പിൾ ചൈനയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്നത്. പ്രതിവർഷം 22 കോടി ഐഫോണുകളാണ് ആപ്പിൾ വിൽക്കുന്നത്. കണക്കുകൾ പ്രകാരം 10-9 എണ്ണത്തിന്റെ നിർമ്മാണം ചൈനയിലും. ഐഫോൺ, ഐപാഡ്, മാക്ബുക്ക് തുടങ്ങിയവയുടെ സ്ക്രീനുകൾ മുതൽ ബാറ്ററി വരെയുള്ള മിക്ക ഭാഗങ്ങളും നിർമ്മിക്കുന്നതോ കൂട്ടിച്ചേർക്കുന്നതോ ഒക്കെ ചൈനയിലാണ്. അതാണ് ആപ്പിളിന്റെ ഏറ്റവും വലിയ വിപണിയായ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. തൽക്കാലം സ്മാർട്ട് ഫോണുകളെയും കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും ഇറക്കുമതി തീരുവയിൽ നിന്ന് ട്രംപ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ദീർഘകാലത്തേക്ക് ആശ്വസിക്കാൻ കഴിയില്ല. എപ്പോൾ വേണമെങ്കിലും സ്മാർട്ട് ഫോണുകളെയും ഇലക്ട്രിക് ഉപകരണങ്ങളെയും തീരുവയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്ന ട്രംപിന്റെ സൂചനയാണ് അതിന് കാരണം. ലോകോത്തര കമ്പനികളെ ചൈനയിലേക്ക് ആകർഷിക്കുന്നത് ഉൾപ്പെടെ ആപ്പിളിന്റെ അസംബ്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കപ്പെട്ടതിലൂടെ ചൈനയ്ക്ക് വളരെയധികം നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ചൈനയിൽ ഫോക്സ്കോൺ വഴിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ ആപ്പിളും ഒട്ടേറെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ആപ്പിളിന്റെ ഏറ്റവും വലിയ 187 വിതരണക്കാരിൽ 150 പേരും ചൈനയിൽ ഫാക്ടറികൾ ഉള്ളവരാണ്. ആപ്പിളിന്റെ ഏറ്റവും നിർണായകമായ വിതരണ ശൃംഖലയാണ് ചൈനയിലേതെന്ന് കഴിഞ്ഞ വർഷം കമ്പനി CEO തന്നെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം അവസാനിപ്പിച്ച് ആപ്പിളിനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. ഐഫോൺ നിർമ്മാണം അമേരിക്കയിലേക്ക് എത്താൻ പോകുന്നുവെന്ന അമേരിക്കൻ വ്യാപാര വകുപ്പ് മന്ത്രി ഹോവാർഡ് ലുട്നിക്കിന്റെ പ്രതികരണം ഇതിനോട് വേണം ചേർത്ത് വായിക്കാൻ. എന്നാൽ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ആപ്പിളിന് അസംബ്ലി യൂണിറ്റ് അമേരിക്കയിലേക്ക് മാറ്റാൻ കഴിയുമെന്ന ചിന്ത ശുദ്ധമായ ഫാന്റസി ആണെന്നാണ് സ്ഥാപനത്തിന്റെ ഉപദേശക സമിതി അംഗമായിരുന്ന എലി ഫ്രീഡ്മാൻ പറയുന്നത്. 2013 മുതൽ ആപ്പിൾ അവരുടെ വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും അമേരിക്കയിലേക്ക് മാറുന്നത് ചിന്തയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഫ്രീഡ്മാൻ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയിൽ നിന്ന് മാറിയാൽ തന്നെ വിയറ്റ്നാമോ ഇന്ത്യയോ ആയിരിക്കും പുതിയ കേന്ദ്രമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിൽ ആപ്പിൾ എങ്ങനെയായിരിക്കും ഈ വ്യാപാര യുദ്ധത്തിന്റെ ഇടയിൽ നിന്ന് നഷ്ടങ്ങളില്ലാതെ രക്ഷപ്പെടുക എന്നതാണ് വിപണി ഉറ്റുനോക്കുന്നത്.